ജനമനസ്സ് എന്താണ് എന്നറിയാം. അത് തൊട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ഇലക്ഷൻ പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തിയാക്കിയത്. ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷേ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞാൻ ചോദിക്കുന്ന ഇലക്ഷൻ എണ്ണുന്നതിന് മുമ്പ് തന്നെ ശ്രീകണ്ഠൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? 15,000 ജയിക്കും പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മളെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, എസ്യൂം ചെയ്യുന്നതാണ്. നമ്മളതിനകത്ത് ഒരു കാൽക്കുലേറ്റ് ചെയ്യാണ്. കിട്ടും, 15 വരെ എത്തും എന്ന് തോന്നിയതുകൊണ്ടാണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു നടന്ന പ്രവർത്തനത്തിന്റെ വസ്തുതാപരമായ പശ്ചാത്തലത്തിൽ വന്ന റിസൾട്ടാണ്. റിസൾട്ട് അതൊരു അപ്രതീക്ഷിതമല്ല. അത് നമുക്കൊരു അർഹതപ്പെടാത്തതല്ല, അർഹതപ്പെടുന്ന ഭൂരിപക്ഷമാണ് ഞങ്ങളത്. ചേലക്കര എന്താ? ചേലക്കര ഞങ്ങൾ അഡ്വാൻസ് ചെയ്തില്ലേ? 40,000 വോട്ടിന് ജയിച്ചതല്ലേ ഇടതുപക്ഷം? 38 കൊല്ലം അല്ലേ? 38 കൊല്ലം CPM-ന്റെ കയ്യിൽ വെച്ചൊരു കോൺസ്റ്റൻസിയാ നിങ്ങൾ ഓർക്കണം. മനസ്സിലായോ? ആ കോൺസ്റ്റൻസിന്റെ അകത്ത് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് എത്രയാ? 38 സംതിങ് ഇങ്ങനെ ജയിച്ചത് ആ കോൺസ്റ്റൻസിയിൽ അവര്. അതാണ് ഇപ്പോ പത്ര കിട്ടിയ 12,000 അല്ലേ? 12,000 വോട്ടിലേക്ക് താണത്. എവിടെയാ വോട്ട്? എവിടെയാ കമ്പാരിസൺ? ഒരു വീഴ്ചയും വന്നിട്ടില്ല. നല്ല സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്ക് ഹിതകരമായിരുന്നു, അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് അടിസ്ഥാനപരമായ കണ്ടെത്തൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രാഷ്ട്രീയ അതൊരു ഒറ്റയടിക്ക് ഹിമാലയം പിടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊന്ന് കയറിക്കയറിട്ടല്ലേ പോകാൻ പറ്റും. ഇതൊരു ഹിമാലയായിരുന്നു. ചേലക്കര ഒരു ഹിമാലയാണ്. CPM-ന്റെ ഹിമാലയത്തിന്റെ പുറത്ത് കയറുന്നതിന് തുല്യമാണ് ഞങ്ങൾ അവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം തന്നെ അവിടുത്തെ ജനമനസ്സിൽ, ഇടതുപക്ഷത്തിന്റെ ജനമനസ്സിൽ മാറ്റം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭൂരിപക്ഷത്തിൽ അവരെ ഒതുക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർവേഡ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ, ആർക്കും ഒരു സംശയവും വേണ്ട. അടുത്ത 2 പേരും നിങ്ങൾക്ക് കാണാം, ഞങ്ങളത് പിടിച്ചിരിക്കും. ആര്? ഇല്ലില്ല, രമ്യ ഹരിദാസ് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പാലക്കാട് നിന്ന് ഞാൻ അവിടെ പോയത് ചേലക്കരയായിരുന്നു. ചേലക്കര പോയി അവരെല്ലാം ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ആർക്കും പരാതിയൊന്നും എന്റെ മുമ്പിൽ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന നല്ല പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി അടക്കം നല്ല പ്രവർത്തനത്തിന്റെ ഒരു വക്താവായി മാറാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതിനകത്ത് ആക്ഷേപമില്ല. ജനമനസ്സിൽ മാറ്റം ഇനിയും വരാനുണ്ട്. ആ മാറ്റം വരും, അത് വരുത്തും. ഇന്നല്ലെങ്കിൽ നാളെ ആ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പറപ്പിക്കും. അത് എന്നോട് ചോദിച്ചാൽ ഉത്തരവില്ല. കാരണം അത് ആര് ചോദിച്ചാലോട് ഉത്തരം പറഞ്ഞാലോട് നിങ്ങൾ ചോദിച്ചാൽ മതി. എനിക്കങ്ങനെ ഒരു പരാതിയില്ല, അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല, അങ്ങനെ ആക്ഷേപം എന്റെ മുമ്പിൽ വന്നിട്ടുമില്ല. കൂട്ടിക്കോട്ടെ. അതുകൊണ്ടെന്താ? CPM-ൽ ഇപ്പോ ഏതായാലും ആള് പോയില്ലേ, ഇനിയാളെ നമ്മൾ തിരിച്ചെടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഒരിക്കലുമില്ല. സരൻ തിരിച്ചു വന്നാൽ പോലും ഞങ്ങൾ പരിഗണിക്കില്ല, ഉറപ്പ്. കാരണം ഒരു പ്രത്യേക ക്രിട്ടിക്കൽ പോയിന്റിൽ പാർട്ടിയെ വിട്ട ചതിയനാണ്. അദ്ദേഹത്തെ തിരിച്ചു പാർട്ടിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല, ചെയ്യുന്ന പ്രശ്നവുമില്ല. ഗോവിന്ദ മാഷ് തന്നെ കൊണ്ടു നടന്നോട്ടെ. അദ്ദേഹം നമ്മുടെ എന്താണ് BJP സന്ദീപ് വാര്യരെ കുറിച്ച് എന്ത് മനോഹരമായ വാക്കുപയോഗിച്ചിരുന്നു അദ്ദേഹം. ഇപ്പൊ എന്താ പറയുന്നത്? സന്ദീപ് വാര്യർ CPM-ൽ പോയാൽ സന്ദീപ് വാര്യർ വളരെ മിടുക്കനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്, തറവാടിത്തുള്ളവനാണ്, ക്ലിയർ ആണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. നമ്മളൊപ്പം വന്നപ്പോൾ അതെല്ലാം മാറിയില്ലേ? അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്വാളിറ്റിയാണ്. വായി തോന്നിയതും സമയത്ത് തോന്നിയതും സന്ദർഭത്തിൽ തോന്നിയതും വിളിച്ചു പറയുന്നവൻ രാഷ്ട്രീയക്കാരനല്ല. അവൻ രാഷ്ട്രീയത്തിലെ ഭ്രാന്തി വികാരത്തിന്റെ ഉടമസ്ഥനാണ്. എന്ത് യാഥാർത്ഥ്യത്തിന്റെ പുറത്ത് അദ്ദേഹം ഈ പറയുന്നതെല്ലാം തിരിച്ചും മറിച്ചും പറയുന്നത്? അയാളെന്നല്ലേ ഇതെല്ലാം പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ചോദിച്ച ഉത്തരം പറ, നിങ്ങൾക്കറിയില്ല. അതെല്ലാം അവർ പറഞ്ഞല്ലേ? അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ അവർക്കെന്താ അഭിപ്രായ സ്ഥിരത? അഭിപ്രായസ്ഥിരതയാ? പിന്നെ അവർ വന്ന് രംഗത്തിറങ്ങി സജീവമായി അവരാഗ്രഹിച്ചത് വന്നിട്ടുണ്ടാവാം. ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല, അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും, സ്വാഭാവികമാണ്. അത് നമ്മൾ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെയുണ്ട്.
ഒന്നുപോലെ ആവില്ല രണ്ട് പോലെ ആവില്ല 3. അപ്പൊ സ്വാഭാവികമായും ചെറിയ കുറ്റമില്ല, ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അവർ. അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കതറിയില്ല. ഞങ്ങൾ പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു വോട്ട് ചെയ്യണമെന്നോ സഹായിക്കണമെന്നോ ഞങ്ങൾ പോയി പറഞ്ഞ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് അർഹതയുള്ളൂ. എന്തെല്ലാം കളിച്ചു? ട്രോളി മാത്രമാണോ? വേറെ എന്തെല്ലാം കളിച്ചു? ഒന്നും ബന്ധില്ലല്ലോ. എല്ലാം വേവാത്ത പോലെ അതാ അങ്ങാടിപ്പുറത്ത് വീണിട്ട് തെറിക്കുന്നു. കഷ്ടം. ആര്? പക്ഷേ ഇതൊരു ചതിവാണ്. ഇദ്ദേഹത്തിന്റെ പോക്കൊരു ചതിവാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തു മത്സരിപ്പിച്ച ഒരാൾ, തോറ്റൊരാൾ ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇലക്ഷന്റെ തലേന്നാള് അങ്ങോട്ടേക്ക് ചാടുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ കൂടെ നിർത്തും? പറയും. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേണ്ടെന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ന് പോയവരെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊന്നും ഇതുപോലത്തെ ചതിവ് കാണിച്ചിട്ടില്ല. ഇതൊരു ചതിവാണ്. പ്രത്യേകിച്ചും വ്യക്തിപരമായി KPCC പ്രസിഡന്റോട് കാണിച്ച ചതിവാണ്. എന്റെ കയ്യിൽ പരാതി ഇതുവരെ വന്നിട്ടില്ല. ഞാനാണ് KPCC അധ്യക്ഷൻ. പരാതി ഉണ്ടെങ്കിൽ KPCC അധ്യക്ഷനാണ് പരാതി കൊടുക്കേണ്ടുന്നത്. എന്റെ കയ്യിൽ ഇതുവരെ ആരുടെ ഭാഗത്തും പരാതി വന്നിട്ടില്ല. പരാതി വന്നാൽ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഒരു ഈച്ച പോലും കൂടെ പോയിട്ടില്ല എന്ന്. അത്ര ശരിയാന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഉറപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല. പഠിച്ചതെടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ 10ലേക്ക് എത്തിയത്. അത് മനസ്സിലാക്കുക. 38-39 നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ 38 വർഷക്കാലം CPMന്റെ കയ്യിൽ വെച്ചൊരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ 10,000-ലേക്ക് ആ ഭൂരിപക്ഷം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ തരണം. അതൊക്കെ സ്വാഭാവികം. തോറ്റ സ്ഥാനാർത്ഥി മത്സരിക്കും, മത്സരിച്ച സ്ഥാനാർത്ഥി തോക്കും, ഒക്കെ സ്വാഭാവികം. അതൊക്കെ തെരഞ്ഞെടുപ്പിലുള്ള സാധാരണ പ്രക്രിയ മാത്രമാണ്. അതിലൊന്നും ഒരു കുറ്റം പറയാനൊന്നുമില്ല. ആ കുറ്റത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പഠനം അല്ല, അവിടെ ഇപ്പൊ സംഘടനാ രംഗത്ത് എന്തെങ്കിലും പാകപ്പിഴ വന്നോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായും ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങൾ പലരും തന്നൊരു അവിടെ സംഘടനാ മെക്കാനിസം കുറച്ച് വീക്കാണ് എന്നുള്ളതായിരുന്നു കിട്ടിയത്. പക്ഷേ അത് ഞങ്ങള് നല്ല നേതൃത്വത്തെ കൊണ്ടുപോയി എല്ലാ മണ്ഡലത്തിലും ബൂത്തിലും ഞങ്ങൾ കുത്തി നിറച്ച് അവരാണ് ഇലക്ഷൻ നടത്തിയത്. അതുകൊണ്ടാണ് ഇത്രയേറെ ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്തി ചങ്ങലക്കിടാൻ സാധിച്ചത് നമുക്ക്. അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയേനെ എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇത് രാഷ്ട്രീയ വോട്ടാണ്. CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയ വോട്ടാണ്, ഞങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ വോട്ടാണ്. വ്യക്തിയെ നോക്കിയിട്ടൊന്നും ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാറില്ല. ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ 40-10ലേക്ക് വന്ന വികാരമല്ലേ? അത് 40-40നേക്കാൾ മേലെയാണോ? ഏത് 40-10 വന്നിട്ട് ഭരണം തേടുക? ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നു, CPMന്റെ ആളുകൾ, CPMോട് ഞാൻ സ്നേഹപുരസരം ഉപദേശിക്കുന്നു, സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ CPMന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും. ആ വോട്ട് CPMന്റെ വിചാരങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടി പ്രവർത്തകരുടെ വോട്ടാണ്. ആ വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ വോട്ട് ഞങ്ങൾക്ക് വന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ വോട്ട് അങ്ങോട്ട് പോയിട്ടില്ല. CPMന്റെ വോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടാണ്. പാലക്കാട് വോട്ടാണ് ഇത്തവണ കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം വോട്ടുകൾ ഷിഫ്റ്റ് ആയതാണോ പാലക്കാട്? എങ്ങനെ വോട്ടുകളാണ് ഇത്തവണ കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത് പാലക്കാട്? അതിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, ബാലറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഈ ശ്രീധരന്റെ വോട്ടാണ് ഈ വോട്ട്? ഓരോ കാലഘട്ടത്തിൽ വരുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി
വോട്ട് ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആരാണോ വരുന്നത് ആ വോട്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിലൊന്നും ശ്രീധരന്റെ വോട്ടാണോ, ശ്രീധരൻ അങ്ങനെ ഒരു സ്വന്തം വോട്ടുണ്ടാകാൻ അയാൾ രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. അയാളൊരു വലിയൊരു പ്രതിഭയാണ്. ആ പ്രതിഭയ്ക്ക് കിട്ടിയ വോട്ടാണ് അദ്ദേഹത്തിന്റെ വോട്ട്. അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയ വോട്ടല്ല ആ വോട്ട്. അത് ഓർക്കണം നിങ്ങൾ. ഈ ശ്രീധരൻ എന്ന് പറയുന്ന പ്രൗഢോജ്വലമായ ഒരു രംഗത്ത് നിൽക്കുന്ന ഒരു വലിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് വ്യക്തികളുടെ വോട്ടാണ്. സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വോട്ട് പോയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടാണ് ശ്രീധരന്റെ വോട്ട്. ഇതല്ല, ഇത് രാഷ്ട്രീയത്തിന്റെ വോട്ടാണ്. ഉറപ്പായിട്ട് ഒരനവസരവും ഇല്ല. അവസരം തന്നെയാണ്. ഇലക്ഷന് മുമ്പല്ലാണ്ട് പിന്നെ എപ്പോഴാ ആളെ കൂട്ടുണ്ട്? ഒരാൾ വരാൻ തീരുമാനിച്ചാൽ അത് തെരഞ്ഞെടുപ്പിന് മുമ്പല്ലാണ്ട് പിന്നെ എപ്പോഴാ പൂർത്തീകരിക്കേണ്ടത്? ഇലക്ഷൻ കഴിഞ്ഞിട്ടോ? അദ്ദേഹം വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ചലനമില്ലേ? അദ്ദേഹത്തിന് കുറെ അനുയായികളില്ലേ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരില്ലേ? അവരെങ്കിലും തിരിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം നിൽക്കൂലേ? അദ്ദേഹം പോയ പാർട്ടിയോടൊപ്പം അവരും നിൽക്കൂലേ? സ്വാഭാവികല്ലേ? അത് നേടുവാനല്ലാതെ അത് നഷ്ടപ്പെടുത്തുക. ബുദ്ധിയുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ചെയ്യും. അത് എന്റെ നിലയിൽ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ല, ആ ബുദ്ധിയാണെങ്കിൽ അത് അവൻ സഹിച്ചോട്ടെ, ആയിക്കോട്ടെ. സന്ദീപ് വാര്യർ നമ്മളെ കൂടെ നിർത്തി നമ്മൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യും. 100% ഉറപ്പ്. ഇനി നമ്മളെ സരിൻ പോയെ സരനെ അവർ പ്രൊട്ടക്ട് ചെയ്യട്ടെ. ഞങ്ങളെ ഒരു ഉറച്ച സ്റ്റാൻഡ്, നിലവിൽ ഭൂമിയുള്ളവരുടെ കയ്യിലെ ഭൂമി അവർക്ക് തന്നെ നൽകി ഈ വിഷയം തീർക്കണമെന്നാണ് ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അതാണ് ഞങ്ങളുടെ അപ്രോച്ച്. ആ അപ്രോച്ചിലേക്ക് തന്നെ അത് എത്തുമെന്നാണ് എന്റെ വിശ്വാസം. ജുഡീഷ്യൽ കമ്മീഷൻ ആയാലും അത് ആ വഴിക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് അവരല്ലേ തീരുമാനിക്കണ്ടേ, ഞങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പോൾ അവരോട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തീർത്തിരിക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ? അവരൊക്കെ ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാരല്ലേ, അവർ ചെയ്യട്ടെ. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം അത് വേഗം തീർക്കേണ്ടതാണെങ്കിൽ പോലും കുറ്റമറ്റ രീതിയിൽ തീരാൻ ഇത്തിരി സമയം എടുക്കേണ്ടി വന്നാലും അത് എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം.